ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ടെസ്ല മോഡൽ Y ആണ്. നമ്മൾ ഇന്നലെ മോഡൽ 3 ഡ്രൈവ് ചെയ്തായിരുന്നു, 2024 എഡിഷൻ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ ഹാൻഡ്ലിങ്ങിലൊക്കെ ആയിരുന്നു. അതായത് ഈ നോബുകളും ഡ്രൈവ്, പാർക്ക്, റിവേഴ്സ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ടച്ച് കൺട്രോൾ ആയിരുന്നു. പക്ഷെ ഇതെല്ലാം പ്രോപ്പർ നമ്മൾ നേരത്തെ കണ്ട മോഡൽ 3 കണ്ട സെയിം സിസ്റ്റമാണ് ഇവിടെ, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞതൊന്നുമല്ല, ഇവർ ഇതിനൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടില്ല. 2024 മോഡലിന് ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഞാനിവിടെ ടെസ്ല വർക്ക് ചെയ്യുന്നവരോട് ചോദിച്ചപ്പം അവരെന്നോട് പറഞ്ഞത് അവർക്കും പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. മോഡൽ 3 പോലെ ഇത് അപ്ഡേറ്റ് ആകും എന്നൊരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റത്തില്ല എന്നാ അപ്ഡേറ്റ് ആകും എന്നൊക്കെ. പക്ഷെ സ്റ്റിൽ ഇത് സെയിം ആണ്, വ്യത്യാസം വന്നിട്ടില്ല. ഇപ്പം നമ്മളിരിക്കുന്ന ഇന്റീരിയർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമുള്ള ഒരു ഇന്റീരിയർ ആണ്. ഇത് കുറച്ച് 1500 സംതിങ് എക്സ്ട്രാ കൊടുക്കണം ഈ ഒരു ഇന്റീരിയർ കിട്ടണമെന്നുണ്ടെങ്കിൽ. പക്ഷെ സ്റ്റിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് മോഡൽ Yയുടെ ബേസിക്കലി മോഡൽ Yക്ക് 3 മോഡലുകളാണുള്ളത്. ഒന്ന് റിയൽ വീൽ ഡ്രൈവും പിന്നെ ഓൾ വീൽ ഡ്രൈവ് വരുന്ന മോഡൽ, അത് 2 മോട്ടോർ വേരിയന്റ് ആണ്. അതിന്റെ ലോങ് റേഞ്ചും പിന്നെ പെർഫോമൻസും. ഇതെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി സാധാരണ റിയൽ വീൽ ഡ്രൈവ് വണ്ടിയാണ്. ഇതാണ് ഏറ്റവും ബേസ് വേരിയന്റ് എന്ന് പറയാവുന്നത്. മോഡൽ Yയുടെ ഏറ്റവും വില കുറഞ്ഞ മോഡൽ എന്ന് പറയുന്നത് ഇതാണ്. ഈ വണ്ടിക്ക് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 394 കിലോമീറ്റർ റേഞ്ചും 217 കിലോമീറ്റർ ടോപ്പ് സ്പീഡും ഇതിനെടുക്കാൻ പറ്റും 6.9 സെക്കൻഡിൽ. കാരണം ഇത് സിംഗിൾ മോട്ടറാണ്. ഇനി ഡ്യുവൽ മോട്ടർ വരുന്ന വേരിയന്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഒന്ന് ലോങ് റേഞ്ചും, അതിന്റെ റേഞ്ച് പറഞ്ഞാൽ 497 കിലോമീറ്റർ ആണ്. അതിന് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 5 സെക്കൻഡ് കൊണ്ട് 0 to 100 അടിക്കാൻ പറ്റും. പിന്നുള്ള ഒരു വേരിയന്റ് എന്ന് പറയുന്നത് പെർഫോമൻസ് വേരിയന്റ് ആണ്. അത് വന്നിട്ട് ഇതേപോലെ തന്നെ 459 കിലോമീറ്റർ ആണ് അതിന്റെ റേഞ്ച് വരുന്നത്. 250 ആണ് അതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. ഏകദേശം 3.7 സെക്കൻഡോളം അത് മതി അതിന് 0 to 100 അടിക്കാൻ വേണ്ടി. പിന്നെ ഇതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ മോഡൽ ലാസ്റ്റ് ഇയർ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയൊരു മാറ്റം അല്ലാതെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കറിയത്തില്ല. പക്ഷെ ഓടിക്കാൻ നല്ല സുഖമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഹെവി വണ്ടിയാണ്. നമ്മൾ ഓടിക്കുന്ന ഒരു ഹെവി വണ്ടിയാണ് നമുക്ക് എപ്പോഴും തോന്നും ഇത് ഓടിക്കുമ്പോൾ. നമ്മൾ പെട്രോളിൽ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഹെവി വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. പിന്നെ വിസിബിലിറ്റി നല്ല രസമുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു മോഡൽ എന്ന് പറയുന്നത് മോഡൽ Y ആണ്. അതിന്റെ മെയിൻ കാരണം വെച്ചാൽ ഇതിന്റെ ഒരു പൊക്കവും പിന്നെ അതേപോലെ ഒരു SUV ആണിത്. അതേപോലെ ഇതിന് നമുക്ക് സീറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് എക്സ്ട്രാ ഒരു സീറ്റ് കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 5 സീറ്റാണ്, നമുക്ക് ഇതിനെ എക്സ്ട്രാ ആക്കാൻ പറ്റും. 6 സീറ്റോ 7 സീറ്റോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും ഇതിനെ ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. അതായത് എല്ലാ ഇലക്ട്രിക്കലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതിനൊരു 1 ഫുട്ട് പെഡൽ ഡ്രൈവിംഗ് പോസിബിൾ ആണ്. ഞാൻ മോഡൽ 3 പറഞ്ഞ പോലെ തന്നെ, അതായത് എപ്പോൾ നിങ്ങൾ കാലെടുത്ത് കഴിഞ്ഞാലും വണ്ടി ഡീസലറേറ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് ബ്രേക്ക് എപ്പോഴും അപ്ലൈ ചെയ്യേണ്ട ഒരു അവസ്ഥ വരത്തില്ല. അത് തന്നെ ഇതിനൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അത് നിങ്ങൾക്ക് ഒരു പീസ് ഓഫ് മൈൻഡ്, ഒരു സേഫ്റ്റി എല്ലാം നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഈ 1 ഫുട്ട് പെഡൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റ ഫുട്ട് മതി, നമുക്ക് ബ്രേക്ക് തൊടേണ്ട കാര്യം വരത്തില്ല. എപ്പോഴും അല്ല, പക്ഷെ മോസ്റ്റ് കേസസ് അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് തൊടേണ്ട കാര്യം വരത്തില്ല. പിന്നെ ഇതിന്റെ വീലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 3 വീൽസ് ഉണ്ട്. അതായത് അങ്ങനല്ല, മൊത്തത്തിൽ 4 വീലുണ്ട്. ഇതിന് വേരിയന്റുകൾ, അതായത് ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് 2 വീൽ അവൈലബിൾ ആണ്. 19 ഇഞ്ചും വീൽ സൈസ് ഞാൻ പറയുന്നത് 19 ഇഞ്ചും അതുപോലെ 20 ഇഞ്ചും അവൈലബിൾ ആണ്. ടോപ്പ് ട്രിം വരുമ്പോഴത്തേക്കിന്, പെർഫോമൻസ് മോഡൽ വരുമ്പോഴത്തേക്കിന് അതിന്റെ വീൽ സൈസ് 21 ഇഞ്ച് ആവും. അതെന്തോ ടർബൈൻ വീൽ അങ്ങനെ എന്തോ ആണ് അതിന് പറയുന്നത്. ഇതിന് ഓരോന്നിനും ഓരോ പേരുണ്ട്, പക്ഷെ അതെനിക്കറിയത്തില്ല. സൈറ്റിൽ കിടപ്പുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയുടെ വീൽ സൈസ് എന്ന് പറഞ്ഞാൽ 19 ഇഞ്ചാണ്. പിന്നെ ടെസ്ലയുടെ ഒരു മെയിൻ പ്രശ്നം ആയിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈവൻ എനിക്കും തോന്നിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള നോയിസ്. അതായത് വെളിയിൽ നിന്നുള്ള, കാരണം ഇതിന് ജസ്റ്റ് മോട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് എഞ്ചിൻ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള, അതായത് IC എഞ്ചിൻ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള നോയിസുകളൊന്നും കേൾക്കത്തില്ല. പക്ഷെ ഇതിന് നല്ല രീതിയിൽ അവര് ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് NVH, അതായത് നോയിസ് വൈബ്രേഷൻ, അങ്ങനെയുള്ള ആ ക്യാരക്ടറിസ്റ്റിക്സ് ഭയങ്കര നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വലുതായിട്ട് ഈ പോട്ട് ഹോൾസ് ചാടുന്നതിന്റെ ഒരു സൗണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ റോഡിന്റെ ടയർ ഉരുളുമ്പോൾ ഉള്ള ആ ഒരു നോയിസോ ഒന്നും നിങ്ങൾക്ക് അത്രയ്ക്ക് അകത്തോട്ട് വരത്തില്ല. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു.
കൊള്ളാം, ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ മോളത്തിൽ ഡ്രൈവ് ചെയ്തപ്പോൾ അതേ കാര്യം തന്നെ പറഞ്ഞു. അതായത് ഓവർ ഇയേഴ്സ് ഇവർ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. എല്ലാ കൊല്ലവും എന്തെങ്കിലുമൊക്കെ നല്ല നമുക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. ചില വണ്ടികളൊക്കെ നമ്മൾ കാണുന്ന പോലെ വെളിയുള്ള ഈ ചെറിയ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, അല്ലെങ്കിൽ ഷേപ്പ് ചെറുതായിട്ടൊക്കെ അത് മാറ്റുക, അടിച്ച് ചമ്മന്തിയാക്കി ഇങ്ങോട്ടൊന്നാക്കുക, അല്ലെങ്കിൽ വലിച്ച് നീട്ടുക, ഇതൊക്കെയല്ല നമ്മൾ സാധാരണ വണ്ടികളൊക്കെ കാണുന്നത്. പക്ഷെ ഇതിലങ്ങനല്ല. പ്രോപ്പറായിട്ടുള്ള ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവറിലാണെങ്കിലും നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? പിന്നെ കംപ്ലീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഈ കംപ്ലീറ്റ് ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലാണ് കൊടുത്തേക്കുന്നത്. മോഡൽ 3-ലായിരുന്നുണ്ടെങ്കിൽ ഈ ലിവർ പോലും ഇല്ല, ഈവൻ ഇൻഡിക്കേറ്റർ വരെ ആ സ്വിച്ചാണ്. അത് ഭയങ്കര ശോകമാണ്. ശോകം എന്ന് പറഞ്ഞാൽ വൺസ് ആദ്യമായിട്ട് ഓടിക്കുന്നവർക്കായിരിക്കും. എനിക്കത് ഭയങ്കര ശോകമായിട്ട് തോന്നി. കാരണം നമ്മള് ആ ബട്ടൺ തപ്പിയിരിക്കണേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൈ പോയി ലെഫ്റ്റ് ഇടണോ റൈറ്റ് ഇടണോ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഏതാണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ചെയ്യും. നമുക്കപ്പോൾ ഒരു കൺഫ്യൂഷൻ വരത്തില്ല എങ്ങോട്ട് നോക്കണമെന്നൊന്നും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇൻഡിക്കേറ്റർ ഇടുന്നതിന് യാതൊരു കൺഫ്യൂഷനും നമുക്കില്ല. പക്ഷേ മോഡൽ 3 ഇന്നലെ ഓടിച്ച് പിന്നെ ശരിക്കും കുറേ കൺഫ്യൂഷൻ ആയിരുന്നു. അതായത് ഞാൻ 2-3 വട്ടം സ്റ്റിയറിംഗ് വീലിലോട്ട് നോക്കി. അത് കുറച്ചൊരു പ്രശ്നമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്. പക്ഷെ അത് കണ്ടിന്യൂസ്ലി വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് അത് മാറുകയും ചെയ്യും. പ്രത്യേകിച്ചൊരു വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നും അല്ലത്. പിന്നെ ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് ഇപ്പൊ ഇത്ര നേരമായി, ഇതുവരെ ഞാൻ ബ്രേക്ക് ഔട്ടിയിട്ടില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇതുവരെ ഞാൻ ബ്രേക്ക് ഔട്ടിയിട്ടില്ല. കാരണം അത് 1 ഫുട്ട് നമ്മൾ കാലേന്ന് എടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് വണ്ടി നല്ല രീതിയിൽ സ്ലോ ആവും, നമുക്ക് പക്കയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് തന്നെ എനിക്ക് ബ്രേക്ക് വെറുതെ ചവിട്ടേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്രേക്ക് പാഡ് മാറാനുള്ള കാശ് ലാഭിക്കാം. ഇതിന്റെ കാശ് കുറച്ച് കൂടുതലാണ്, പക്ഷെ എന്നാലും മെയിൻ്റനൻസ് ഒക്കെ നമുക്ക് കുറച്ച് ലാഭിക്കാം. ഇതിന് വലിയ മെയിൻ്റനൻസ് വരത്തില്ല. മൂവിങ് പാർട്സ് കുറവാണല്ലോ, അപ്പൊ മെയിൻ്റനൻസ് കുറച്ച് കുറവായിരിക്കും. പിന്നെ ഇഷ്ടം പോലെ ഇൻസെന്റീവ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ വണ്ടിക്ക് വേണ്ടി. നമുക്ക് ഇൻബിൽറ്റ് നാവിഗേഷനും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ട്. ഇപ്പൊ നമ്മൾ നേരെ തിരിച്ച് ഡ്രൈവ് ചെയ്ത് നമുക്ക് വണ്ടി എടുത്തെടുത്ത് തന്നെ കൊണ്ടിടാൻ പോവാം. വണ്ടി വളരെ ക്വിക്കായിട്ട് ആക്സലറേറ്റ് ചെയ്യും. ഇത് ഓഫ് ചെയ്യണം. ഇതല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും ഭയങ്കര നല്ലതാണ്. അതായത് നല്ല പൊക്കത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് നല്ല രീതിയിൽ വിസിബിലിറ്റി ഉണ്ട്. നമുക്ക് റോഡ് നല്ല രീതിയിൽ കാണാം. ഇനി കുറച്ച് നാളായി ഇങ്ങനെ റിവ്യൂ ഒക്കെ എടുത്തിട്ട്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സമയമില്ല. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ ഈ റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഒരു സമാധാനമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് ഇത്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് ആരും വണ്ടി എടുക്കരുത്. ആരും വണ്ടി എടുക്കത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാം. കാരണം ഈ വീഡിയോയ്ക്കകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇത് എന്റെ മാത്രം, അതായത് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഇത് നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ ആവാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ പോർട്ട്സോൾ അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള സൗണ്ട് കേൾക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞത്, അത് എന്റെ ഒപ്പീനിയനാണ്. അത് ചിലപ്പോൾ നിങ്ങൾ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ആയിരിക്കും തോന്നുന്നത്. ഞാൻ ഓടിക്കുന്ന വണ്ടി ഒരു വോക്സ്വാഗൻ ജെറ്റ്. അതിൽ നിന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്കിന് ഉള്ള ഒരു കമ്പാരിസൺ, അതായത് പെട്രോളിൽ നിന്ന് മാറി ഐസ് എഞ്ചിൻ ഐസ് എഞ്ചിനിൽ നിന്ന് മാറി ഈ പറയുന്ന ബാറ്ററി കാർ മോട്ടോർ കാർ ഓടിക്കുമ്പോഴത്തേക്കിനുള്ള ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഫീലായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒരു റെഫറൻസ് പോലെ എടുത്താൽ മതി. കാരണം അത് എപ്പോൾ വേണേലും മാറാം. കാരണം നിങ്ങൾ ഓടിക്കുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമായിരിക്കും. അതെ, അതുകൊണ്ട് തന്നെ. പക്ഷെ എനിക്ക് ഈ വണ്ടി ഓടിച്ചതിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മറ്റേ ഇൻഡിക്കേറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈവ് ഇടുന്ന നോബുകളാണെങ്കിലും ഞാൻ ഈ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഈ ഹാൻഡിൽ പോലത്തെ സാധനം തന്നെയാണ്. അല്ലാതെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ലിവറുകളാണ് ഇൻസ്റ്റെഡ് ഓഫ് മറ്റേ സാധനം. അതായത് നേരത്തെ നമ്മൾ ഇന്നലെ മോഡൽ 3 ഓടിച്ചപ്പോൾ അതിന്റെ അകത്ത് പ്രശ്നം പറയുന്നത് അതിന്റെ അകത്ത് എല്ലാം മറ്റേ ബട്ടൺ ആയിരുന്നു, എല്ലാം ഞെക്കാനുള്ള. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇത് പക്ഷെ പഴയ പോലെ തന്നെ നമുക്കെല്ലാം വിത്തൗട്ട് വണ്ടിയെ നോക്കാതെ തന്നെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ഗുണം ഇതിനെപ്പോഴും ഉണ്ട്. ഇനി വണ്ടി ഫുള്ളി ലോഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോ പൈലറ്റ് സംവിധാനം ഇതിന്റെ അകത്തുണ്ട്. അത് ഫുള്ളി ഓട്ടോ പൈലറ്റ് ആക്കുന്നതിന് $11,000 നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. ഈ വണ്ടികളെല്ലാം ഇൻബിൽറ്റ് ആയിട്ട് തന്നെ അതിന്റെ മൊഡ്യൂൾ വരുന്നുണ്ട്. അതായത് ഒരു വണ്ടിയും ഇതില്ലാതെ വരുന്നില്ല. കാരണം നമുക്കത് ജസ്റ്റ് ഒരു അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ സോഫ്റ്റ്വെയർ ഒക്കെ മേടിക്കത്തില്ല, അതേപോലെ തന്നെ ഇതിന്റെ ഹാർഡ്വെയർ ഓൾറെഡി ഇൻബിൽറ്റ് ആണ് ഈ വണ്ടിക്ക്, അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ ഇത് വേണമെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ വണ്ടി എടുക്കുമ്പോഴേ നമുക്ക് 11,000 കൊടുത്ത് നമുക്ക് ഫുള്ളി ഓട്ടോമനസ് കാർ എടുക്കണമെന്നൊന്നുമില്ല. പകരം നമുക്ക് കുറച്ച് കഴിഞ്ഞാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. ഈവൻ സബ്സ്ക്രിപ്ഷൻ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ കേട്ടത്. ഈ വണ്ടി ഫുള്ളി ഓട്ടോമാറ്റിക്, അതുകൊണ്ട് തന്നെ ഇതിന്റെ സിസ്റ്റംസ് എല്ലാം ഉണ്ട്.
നമുക്ക് ഇപ്പൊ ട്രാഫിക് ലൈറ്റ് ഒക്കെ മാറുന്നത് നമുക്ക് ഇതിന്റെ അകത്ത് കാണാൻ പറ്റും, ഡിസ്പ്ലേ കാണാൻ പറ്റും. ട്രാഫിക് ലൈറ്റ് മാറുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഈവൻ നമ്മുടെ മുന്നിലെ വണ്ടി മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ട്രാഫിക് ലൈറ്റ് വണ്ടി നിർത്തിയിട്ടേക്കെയാണ്, നമ്മുടെ മുന്നിൽ വണ്ടിയുണ്ട്, അപ്പൊ ട്രാഫിക് ലൈറ്റ് ഗ്രീൻ ആയി, ആ വണ്ടി മുമ്പോട്ട് പോയി, അപ്പൊ നമ്മളത് അറിഞ്ഞില്ല. ഈ വണ്ടി നമ്മളെ നോട്ടിഫൈ ചെയ്യും വണ്ടി എടുക്കാൻ വേണ്ടില്ല. റോഡ് ഭയങ്കര ശോകമാണേ, ഇത് കുറച്ച് ശോക ഏരിയ. ഇനി തിരിച്ചത് കറക്റ്റായിട്ട് ലൊക്കേഷനിൽ കൊണ്ടിടുന്ന കാര്യമാണ് ഡൗട്ട്. എനിക്ക് ഞാൻ മറന്നുപോയി ഇത് ഞാൻ എവിടുന്ന വണ്ടി എടുത്തതെന്ന്. ഇവരുടെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങാ. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന വഴിയിലോട്ട് തന്നെയാണോ പോകുന്നത് എനിക്കല്ല. കാരണം പണ്ടാണെന്നുണ്ടെങ്കിൽ അത് 2023, 2022 വണ്ടിയൊക്കെ ഞാൻ ഓടിക്കുമ്പം ടെസ്ല അവിടുന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് അവരുടെ സെയിം ഡെസ്റ്റിനേഷൻ ചെല്ലാനുള്ള ഒരു ഓപ്ഷൻ മാപ്പിലുണ്ട്. ഇപ്പം ആ ഓപ്ഷൻ കാണുന്നില്ല, എന്താണെന്നറിയത്തില്ല. ഇപ്പം എന്തായാലും ഇല്ലത്. ഞാൻ കുറച്ച് നേരത്തെ വളഞ്ഞ ഇല്ല. ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ കാണിക്കാം. ഇപ്പൊ മോഡൽ 3 ഉപയോഗിച്ചിട്ട് മോഡൽ Y ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് വണ്ടിയുടെ ഓടിക്കാൻ ഡ്രൈവബിലിറ്റിയിൽ ഒരു വ്യത്യാസം തോന്നുന്നില്ല. ആസ് യൂഷ്വൽ എല്ലാം സെയിം തന്നെയാണ്. ആകെ ഒരു വ്യത്യാസം എനിക്ക് പേഴ്സണലി തോന്നിയത് കുറച്ച് പൊക്കത്തിലായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള വിസിബിലിറ്റി നമുക്ക് കൂടും, അതുകൊണ്ട് നമ്മുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ബെറ്റർ ആവും. അതാണ് എനിക്ക് ആകെ ഒരു വ്യത്യാസം തോന്നിയത്. പിന്നെ ഒബ്വിയസ്ലി മറ്റേ ഈ ലിവറിന്റെ ഒരു പ്രശ്നമുണ്ട്. മറ്റേന്ന് പറഞ്ഞ ഫുൾ ടച്ചാണ്, അവർ അപ്ഗ്രേഡ് വന്നിട്ട്. ഇതിൽ അങ്ങനല്ല, ഇതിന് പ്രോപ്പർ നോബുകളാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് മാനുവർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട കാര്യം വരത്തില്ല. ഈ നോക്കേണ്ട കാര്യം ഞാൻ പറയുന്നത് ചിലപ്പോൾ ഞാൻ ഈ വണ്ടി ആദ്യമായിട്ട് ഓടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്നും ഉപയോഗിക്കാത്തോട്ടോ ആയിരിക്കും എനിക്കങ്ങനെ തോന്നുന്നത്. ഇപ്പൊ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് ആ ഒരു പ്രശ്നം വരത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അവർക്കൊരു കിട്ടും, നമ്മുടെ കൈയൊക്കെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് നമുക്കൊരു മൈൻഡ് കിട്ടും. അതുകൊണ്ട് ആ പ്രശ്നം കാണത്തില്ല. ഫുൾ വൈറ്റ് ഇന്റീരിയർ കൊള്ളാമല്ലേ? കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ നീറ്റായിട്ട് നോക്കുന്നവരാണ്. പിള്ളേരൊക്കെ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ, കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിലേ നല്ല രസമായിരിക്കും. അല്ല എങ്ങനെ ഞാൻ പറയുന്നില്ല, കൊച്ചു പിള്ളേരുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് അഴുക്കാക്കണമൊന്നും ഇല്ലല്ലോ. എന്നാലും കുഴപ്പമില്ല. വെള്ള ഇന്റീരിയർ ആകുമ്പോൾ കുറച്ചൊരു മൈൻഡൊക്കെ ഒന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടം. ഞാൻ പിന്നെ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ പാർക്കിംഗ് എവിടെയാടി? ഇവിടെ പാർക്കിംഗ് കിട്ടുന്നില്ലല്ലോ. നമ്മുടെ പാർക്കിംഗ് തപ്പി കിടക്കുക. ഇതാണ് മോഡൽ Yയുടെ ഇന്റീരിയർ. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് ഇപ്പം ഈ വണ്ടി. അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് വൈറ്റും കാണുന്നത്. എക്സ്ട്രാ 1300 എക്സ്ട്രാ കൊടുക്കണം ഇങ്ങനൊരു തീം വരണമെന്നുണ്ടെങ്കിൽ. ബാക്കി നമുക്ക് കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ്, പിന്നെ അതേപോലെ ഇവിടെ വേറെ സ്റ്റോറേജ്, അത്രേ ഉള്ളൂ. ബാക്കി ഒരു വ്യത്യാസമൊന്നും വണ്ടിക്കില്ല. പിന്നെ പ്രോപ്പറായിട്ടുള്ള നോബുകൾ ഉണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആണെങ്കിലും റിവേഴ്സ്, പാർക്ക്, ഡ്രൈവ്, ഇതിനുള്ള ഒരു നോബ് അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല. ഫുള്ളി ഗ്ലാസ്ഡ് ആണ്. നമ്മളെല്ലാം കംപ്ലീറ്റ് വണ്ടിയുടെ കൺട്രോൾ നമുക്ക് വരുന്നത് ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലാണ്. ഈവൻ നമ്മുടെ മിറർ ഫോൾഡ് ചെയ്യണമെങ്കിലും മിറർ അപ്പ് ആൻഡ് ഡൗൺ മാറ്റുന്നത്, സ്റ്റിയറിംഗിന്റെ മൂവ്മെന്റ്, പിന്നെ ഈവൻ ഗ്ലൗ ബോക്സ് അത് തൊട്ട് കഴിയുമ്പോഴേ കണ്ട് ഗ്ലൗ ബോക്സ് തുറന്നു. ക്ലോസ് ചെയ്യാൻ ഇത് ഇല്ല, വർക്കാവത്തില്ല. ഓക്കെ, നമ്മൾ തന്നെ അടയ്ക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. ഇതാണ് മോഡൽ Yയുടെ എക്സ്റ്റീരിയർ. ഇതിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. മോഡൽ 3 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ഒരു 19 ഇഞ്ച് അലോയ് വീലാണ്. നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ് ടു 21 വരെ പറ്റും. ഇത് 19 ആണ് കിടക്കുന്നത്. 21 ഒക്കെ ആകുമ്പോഴത്തേക്കിന് അതിൻ്റെ റേറ്റ് $2,300 ഒക്കെ എക്സ്ട്രാ വരും. പിന്നെ ടെയില് നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. വണ്ടിക്ക് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ ഇതെല്ലാം 1 ടച്ച് ഓട്ടോമാറ്റിക്കലി അടയുന്നതാണ്. നമുക്കൊരു എക്സ്ട്രാ സീറ്റ് കൂടെ അതിൻ്റെ ബാക്കിൽ പറ്റും. ഇനി ബാക്ക് ആണെങ്കിലും നമുക്ക് ഇത്രയൊരു സൗകര്യമുണ്ട് വണ്ടിക്ക്. ഒരു ബാക്ക് AC വെന്റ് വരുന്നുണ്ട്. പിന്നെ 2 Type C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു ഹാൻഡ് റെസ്റ്റ്, കുറച്ച് പാടം എടുക്കാൻ എന്നാലും വരുന്നുണ്ട്. കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയറാണ്. സോ ഇതാണ് മോഡൽ Yയുടെ ഒരു ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. മോഡൽ 3 പോലെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. മോഡൽ Yക്ക് 3 വേരിയൻസ് ആണുള്ളത്. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ബേസ് വേരിയന്റ് ആണ്. റിയൽ വീൽ ഡ്രൈവ് വണ്ടിയാണ്. നല്ല വണ്ടിയാണ്, ഇലക്ട്രിക് വണ്ടി ഇഷ്ടമുള്ളവർക്ക്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. തരാം. ഞാൻ നിങ്ങളെ അതേപോലെ ഇതെങ്ങനെ ഓട്ടോമാറ്റിക്കലി പാർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ വണ്ടി ഇപ്പം നമ്മളിവിടെ ഇട്ടേക്കാണ്. നമ്മൾ ഇനിയും പാർക്കിംഗ് കൊടുത്തു. ഇവിടെ കണ്ടോ പാർക്കിൻ്റെ ഒരു സിമ്പിളുണ്ട്. നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
വണ്ടി തന്നെ പാർക്കാവും വിത്ത് ഇൻഡിക്കേറ്റർ. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, എൻ്റെ കൈ കൊണ്ടുണ്ട്. വണ്ടി തന്നെ മുമ്പോട്ട് നീങ്ങുന്നു, അതനുസരിച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ നിർത്തുവോ ഇല്ലയോ, ഞാൻ എന്തായാലും ചവിട്ടാൻ പോവാ. പെർഫെക്റ്റ്, വണ്ടി പാർക്ക് ചെയ്തു. Yeah.